ഹലോ ഓൾ, 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഏതൊരാൾക്കും കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്, തിയറി മാത്രമേ ഉള്ളൂ. 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു 3-4 ടോപ്പിക്കുകളായിട്ട് നമുക്ക് പറഞ്ഞു പോയാൽ വളരെ സിമ്പിളായിട്ട് ഈ ചാപ്റ്റർ തീർക്കാവുന്നതേ ഉള്ളൂ. സോ തുടങ്ങല്ലേ, ഇൻട്രൊഡക്ഷൻ കൂടുതലൊന്നും പറയാതെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്താണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ എന്താണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതുപോലെ തന്നെ ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പഠിച്ചിരുന്നു. അതായത് ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നതിനെയാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. എന്നാൽ ഇലക്ട്രിക് കറണ്ടിനെ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് എനർജിയെ എന്തെനർജിയെ ലൈറ്റ് എനർജി ആക്കുന്നതിനെയാണ് നമ്മൾ ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് പറഞ്ഞേ, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ മാഗ്നറ്റിക് എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ മാറ്റുന്ന അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ആക്ച്വലി ഈ രണ്ടാമത്തെ ചാപ്റ്റർ. സിമ്പിളാണ്, സോ പഠിച്ചു തുടങ്ങാം അല്ലേ. ഇലക്ട്രിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി എന്തെനർജി ആക്കണടാ? ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി കാന്തികോർജ്ജമാക്കുന്നതുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ചുള്ള ചില ഡിസ്കഷൻസ്, സം പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? സോ മൂവ് ചെയ്താലോ. മൂവിങ് ടു ദ നെക്സ്റ്റ്, സി വാട്ട്സ് ഓൺ ദ ചാപ്റ്ററിൽ എന്തൊക്കെ ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ചുരുങ്ങിയ രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാം അല്ലേ. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഈസ്റ്റേഡ് എക്സ്പെരിമെൻറ്റ് നോക്കണേ. അതുപോലെ തന്നെ ആദ്യം ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം പറയുന്നുണ്ട്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ നമ്മൾ എടുത്തു അല്ലേ. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എടുത്തു. ആ സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അത് ഏത് ഡയറക്ഷനിലാണ്, അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ നമ്മൾ പറയും. നൗ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സർക്കുലർ ലൂപ്പ്, അതായത് ഇപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലേ, ഇതുപോലെ തന്നെ ഒരു സർക്കുലർ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് സെൻട്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്തരത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ എന്താണ് ഒരു സോളിനോയിഡ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയും. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ, ചാപ്റ്ററിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെരി ഡാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അടിപൊളിയായിട്ട് ആ ഭാഗങ്ങൾ നോക്കണം. ആൻഡ് ഇലക്ട്രിക് മോട്ടോർ, ആ മോട്ടോർ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട 2-3 അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഇലക്ട്രിക് മോട്ടോർ, രണ്ടാമത്തതാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലേ. നമ്മൾ സാധാരണ കേൾക്കുന്ന ആ സ്പീക്കർ ഉണ്ടല്ലോ, നമുക്ക് അല്ലെ നമ്മളൊരു മൈക്കിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ അത് എന്താണ് വലിയ ശബ്ദമായിട്ട് നമുക്ക് ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാൻ പറ്റും. സോ അത് എന്താണ് ആക്ച്വലി ഒരു മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷനാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പറയും. സോ തുടങ്ങല്ലേ. യെസ്, ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ അല്പം കാര്യങ്ങൾ എന്താണ് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ചാപ്റ്ററിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് കുറച്ചൊരു കാര്യങ്ങളായിട്ട് നമുക്ക് ഒരു അറിവ് വേണം. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. ഒന്നാമത്തത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? എന്താണ് കേട്ടോ പറഞ്ഞേ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് നോക്കണേ കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ്, ഒരു കാന്തം ഞാൻ എടുത്തു. ആ കാന്തത്തിന് ചുറ്റുമുള്ള ഒരു റീജിയൻ ആണ്, ഒരു സ്പേസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇൻ വിച്ച് ആ റീജിയന്റെ പ്രത്യേകത എന്താ? ദ ഫോഴ്സ് ഓഫ് മാഗ്നറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. ആ റീജിയന് ചുറ്റും അല്ലെങ്കിൽ ആ ഒരു റീജിയന്റെ ഉള്ളിൽ മാഗ്നറ്റിന്റെ ഫോഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു മാഗ്നറ്റ് എടുത്തു നോക്കണേ, ഞാനൊരു കാന്തം ഇവിടെ എടുത്തു. യെസ്, കാന്തമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നോർത്ത് സൗത്ത് ഉണ്ടാകും. ആ നോർത്ത് സൗത്തുള്ള കാന്തത്തിന് ചുറ്റുമുള്ള ഒരു പ്രത്യേക സ്പേസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്. ആ സ്പേസിൻ്റെ ഉള്ളിലുള്ള പ്രത്യേകത എന്താണ്? അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക? സോ നോർത്ത് ഇവിടെ ഉണ്ട്. നോർത്തിലേക്ക് ഒരു സൗത്ത് കൊണ്ടുവന്നാൽ അട്രാക്ട് ചെയ്യുമല്ലോ. സോ ഞാനൊരു സൗത്ത് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, സൗത്ത് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ഈ ഫീൽഡിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് അട്രാക്ട് ചെയ്യൂല. എവിടെയാണോ ആ ഒരു കാന്തത്തിൻ്റെ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്
ആ ഒരു റീജിയണിലേക്ക് നമ്മൾ ഒരു വേറൊരു കാന്തം കൊണ്ടുവന്നാൽ അത് നോർത്ത് ആണെങ്കിൽ ആ സൗത്ത് കൊണ്ടുവന്നാൽ അത് അട്രാക്ട് ചെയ്യും, നോർത്ത് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. സോ രണ്ട് മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു റീജിയണിലേക്ക് കൊണ്ടുവന്നു, അങ്ങനെയാണെങ്കിൽ ഇത് അട്രാക്ട് ചെയ്യും. സോ ഈ മാഗ്നറ്റിന്റെ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഈ റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാം. പക്കായോ, സെറ്റായോ മക്കളെ? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആൾസോ ഫോംഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. എടാ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കാന്തത്തിന് ചുറ്റും മാത്രമല്ല ഉണ്ടാവുക. നോക്കണേ, ശ്രദ്ധിക്കണേ, ഒരു കാന്തത്തിന്, ഒരു മാഗ്നറ്റിന് ചുറ്റും മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, അതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും. അതായത് നമ്മളെ വീടുകളിലൂടെയൊക്കെ വയറുകളിലൂടെ കറണ്ട് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ആ മൂവ് ചെയ്യുന്ന കറണ്ട് ഏത് കണ്ടക്ടറിലൂടെയാണോ, ഏത് ചാലകത്തിൻ്റെ ഉള്ളിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, ആ ചാലകത്തിന് ചുറ്റും, എന്താണ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അത് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കാനുണ്ട്. സോ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു നോർത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സൗത്തും ഉണ്ട് അല്ലേ? യെസ്, ഹിയർ ഇസ് എ നോർത്ത് ആൻഡ് സൗത്ത്. സോ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ആര്? ഇതാണ് ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എന്താണ്, അതിൻ്റെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അത് ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഇമാജിനറി ലൈനുകളായിട്ടാണ്. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അത് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നോക്കണം കേട്ടോ, നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വലുതായിട്ട് പഠിക്കാനുണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിനോ അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള ഒരു റീജിയൻ ആണ്. ആ റീജിയന്റെ പ്രത്യേകത എന്താ? ആ റീജിയണിൽ മാത്രമേ ഈ മാഗ്നറ്റിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. സോ ആ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന, സ്വാധീനമുള്ള ആ ഒരു മേഖലയെ, ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒന്ന് പറയടാ, മാഗ്നറ്റിക് ഫീൽഡ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഭാഗം നോക്കൂ, എന്താണ് മാഗ്നറ്റിക് കോമ്പസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ചാപ്റ്ററിലെ പല പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റും ചെയ്യാൻ ഈ ഒരു 2-3 കാര്യങ്ങൾ, നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന 2-3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നൗ മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് കോമ്പസ് ഈസ് എ ഡിവൈസ്, അതൊരു ഉപകരണമാണ്. യൂസ്ഡ് ടു മെഷർ ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും ഡയറക്ഷനും അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആക്ച്വലി ഒരു മാഗ്നറ്റിക് കോമ്പസ്. നോക്കണേ, നമ്മൾ സാധാരണ അല്ലേ ഒരു കോമ്പസ് ഒക്കെ എന്തിനാ ഉപയോഗിക്കുക അല്ലേ? ഒരു ദിശ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? ആക്ച്വലി നമ്മൾ അല്ലേ കപ്പലിലൊക്കെ പോകുന്ന സമയത്ത് ഒരു വടക്ക് നോക്കിയ യന്ത്രം ഉണ്ടാകും, ഒരു കോമ്പസ് ഉണ്ടാകും. ആ ഒരു കോമ്പസിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. അതിന് ഒരു ഈ ഒരു രീതിയിൽ ഒരു ആരോ ഉണ്ടാകും. എന്താണ്, 2 രീതിയിൽ ഉണ്ടാകും. സോ ഈ ആരോ എപ്പോഴും, അതായത് ഈ ഒരു പോയിന്റ് ചെയ്തിരിക്കുന്ന ആരോ, അതുപോലെ തന്നെ ടെയിലുണ്ട്, ആരോ എപ്പോഴും നോർത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുക, അത് തിരിഞ്ഞു നിൽക്കുക. ഒരു നോർത്തിലേക്കായിരിക്കും അത് തിരിഞ്ഞു നിൽക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കേണ്ടത്. സോ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഈ ഒരു നീഡിലിനെയാണ് മാഗ്നറ്റിക് നീഡിൽ. ആക്ച്വലി കോമ്പസിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു നീഡിൽ മാഗ്നറ്റിക് ആണ്. അതിന് നോർത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സൗത്ത് ഉണ്ട്. നോക്കണേ, ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ആക്ച്വലി എന്താണ്, മാഗ്നറ്റിക് നീഡിലാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഇതൊരു നോർത്താണ്, ഇത് സൗത്താണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കണേ മക്കളെ, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.